വിദ്യാർത്ഥികളുടെ വിജയ നേട്ടങ്ങൾ ആഘോഷിച്ച മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന് റിയാദിലും പ്രൗഢമായ വരവേൽപ്പ്. റിയാദിൽ 10-12 പരീക്ഷകളിൽ 90% മാർക്ക് നേടിയ 200ഓളം വിദ്യാർത്ഥികൾ പ്രമുഖരുടെ ആദരവ് ഏറ്റുവാങ്ങി. റിയാദിലെ മലസ് ലുലു ഹൈപ്പർ ആയിരുന്നു വേദി. മീഡിയ റിയാദിൽ സംഘടിപ്പിച്ച മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് അവസാനിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് മബ്രൂക്കിന്റെ ഭാഗമായത്. ദമാമിന് പിന്നാലെ റിയാദിലെത്തിയ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് മികച്ച വിദ്യാർത്ഥികളുടെ നേട്ടം ആഘോഷിച്ചു. ഇന്ന് ഇവിടെ മീഡിയ വൺ സംഘടിപ്പിച്ച ഈ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിൽ എനിക്കും എൻ്റെ മകനും പങ്കെടുക്കാൻ, എൻ്റെ ഫാമിലിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിയായ സന്തോഷമാണ്. ഇത്രയും സന്തോഷം നിറഞ്ഞൊരു ദിനം വേറെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. എനിക്ക് ഇത് സ്വീകരിക്കാൻ കഴിഞ്ഞത് എൻ്റെ മൂത്ത മകൻ അനസ് ബിൻ സിദ്ദിഖ് നാട്ടിൽ ഗ്രാജുവേഷന് പോയത് കൊണ്ടാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ ആസിം അതേപോലെ 10th ടോപ്പറാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ചെത്തിയ പ്രൗഢമായ വേദിയിൽ ആദരവിന്റെ മണിക്കൂറുകൾ. ഈ സൗദി അറേബ്യയിലെ മീഡിയ വണ്ണ് ഇങ്ങനെ ടോപ്പേഴ്സിന് വേണ്ടി ഇങ്ങനൊരു ഫംഗ്ഷൻ ഒരുക്കിയത് മറ്റുള്ള കുട്ടികൾക്കും അത് വളരെ ഒരു എൻകറേജ് ആയിത്തീരും. വളരെ നന്ദിയുണ്ട്. ഔദ്യോഗിക ചടങ്ങിൽ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റി മുൻ ഡയറക്ടർ ഡോക്ടർ അലി ഇബ്രാഹിം അൽ ഫർഹാൻ, മുനിസിപ്പൽ മന്ത്രാലയത്തിലെ അലി അൽ ഫർഹാൻ, ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, അൽ റാജി എക്സ്പാറ്റ്സ് സെഗ്മെന്റ് എക്സിക്യൂട്ടീവ് മാനേജർ അൽ ബഹൌത്ത് എന്നിവർ സംസാരിച്ച് വിദ്യാർത്ഥികളെ ആദരിച്ചു. മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദിന്റെ സന്ദേശം പരിപാടിയിൽ അവതരിപ്പിച്ചു. ബ്ലൂ ലൈൻസ് ഫൗണ്ടർ ആൻഡ് സിഇഒ മുഹമ്മദ് നിസാമുദ്ദീൻ, ഇസ്മ മെഡിക്കൽസ് MD VM അഷ്റഫ്, ഇന്ത്യൻ ബ്രീസ് റെസ്റ്റോറന്റ് ബിസിനസ് ഹെഡ് ഷർഷാർ തുടങ്ങി വിവിധ സ്പോൺസർമാരും രക്ഷാധികാരികളും വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് മെഡലും അവാർഡുകളും കൈമാറി. മീഡിയ വൺ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് ജമാൽ, കൺവീനർ അഷ്റഫ് കൊടുങ്ങി എന്നിവരും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ വൺ നമ്മുടെ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോൾ 3-4 വർഷമായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നല്ലൊരു ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇതൊരു പ്രയോജനമാണ്. ഇപ്പം തുറന്നു വരുന്ന പിള്ളേർക്കാണെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്ക് നന്നായിട്ട് പഠിക്കാനും ഒക്കെയുള്ള ഒരു പ്രോത്സാഹനം ഒക്കെയാണ് മീഡിയ വൺ ഇപ്പം നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഈ മാസം 21-ന് ജിദ്ദയിലും മബ്രൂക്ക് എത്തും. റിയാദിലെ മബ്രൂക്ക് ടോപ്പേഴ്സിന് ശേഷം അടുത്ത ആഴ്ച ജിദ്ദയിൽ മബ്രൂക്ക് എത്തും. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പളശ്ശേരി, മീഡിയ വൺ.